വല്ലാതെ നിർബന്ധിക്കുന്നുണ്ട് തെറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞ് അവർ കരഞ്ഞു നിലവിളിച്ച് റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നപ്പോഴാണ് അല്ലാഹു തആല പറഞ്ഞത് അവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കും. കാരണം അവർ നിർബന്ധിക്കപ്പെട്ടവരല്ലേ, കുടുങ്ങിപ്പോയവരല്ലേ, മുതലാളിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി തെറ്റ് ചെയ്തു പോയവരാണ്. പക്ഷെ മുതലാളിയോടാണ് അല്ലാഹു തആല പറഞ്ഞത്, നിങ്ങളുടെ അടിമകളെ നിങ്ങൾ തെറ്റ് ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കരുത്. വലഖദ് അൻസൽനാ ഇലൈക്കും ആയാത്തിൻ മുബയ്യിനാത്ത് വമസലൻ മിനല്ലദീന ഖലൂ മിൻ ഖബ്ലിക്കും വമൗഇളത്തൻ ലിൽമുത്തഖീൻ. വലഖദ് അൻസൽനാ ഇലൈക്കും ആയാത്തിൻ മുബയ്യിനാത്ത്, നിശ്ചയമായും നിങ്ങളിലേക്ക് നാം സ്പഷ്ടമായ ആയാത്തുകളാണ് ഇറക്കി തന്നിട്ടുള്ളത്. വമസലൻ മിനല്ലദീന ഖലൂ മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻകഴിഞ്ഞു പോയ ആളുകളുടെ ഉപമകളുമാണ് ഞാൻ നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുള്ളത്. വമൗഇളത്തൻ ലിൽമുത്തഖീൻ, മുത്തഖീങ്ങൾക്കുള്ള ശരിയായ പാഠങ്ങളാണ്, ശരിയായ ഉപദേശങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുള്ളത്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് ഇതിൽ ഗംഭീരമായ പാഠങ്ങളുണ്ട്. ഇനി അല്ലാഹു തആല മുഅ്മിനീങ്ങളുടെ പ്രകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെയാണ് നൂറ് വരുന്നത്. ഈ സൂറത്തിന് സൂറത്തുൻ നൂർ എന്ന പേര് കിട്ടാൻ തന്നെ ഇടയായ ആയത്താണ് ഇനി നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്ന ആയത്ത്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് المصباح في زجاجة الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس والله بكل شيء عليم. الله نور السماوات والأرض, അല്ലാഹു ആകാശഭൂമിയുടെ പ്രകാശമാണ്. ആകാശഭൂമിയുടെ പ്രകാശം, അതായത് ആകാശത്തും ഭൂമിയിലുമുള്ള സർവ്വജീവജാലങ്ങൾക്കും മാർഗദർശനത്തിന്റെ വെളിച്ചം നൽകുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ നൂറിലാണ് നാം വഴി നടക്കുന്നത്. അല്ലാഹുവിന്റെ നൂറിലാണ് മുഅ്മിനീങ്ങൾക്ക് മാർഗദർശനം ലഭിക്കുന്നത്. അല്ലാഹുവിന്റെ നൂറാണ് ആകാശവും ഭൂമിയും മുഴുവനും. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർളി, ആകാശഭൂമിയുടെ നൂറാണ്, പ്രകാശമാണ് അല്ലാഹു. മസലു നൂരിഹി കമിഷ്കാത്ത്, മുഅ്മിനീങ്ങളുടെ ഖൽബിൽ അല്ലാഹു തആല നിക്ഷേപിക്കുന്ന ഈമാന്റെ പ്രകാശമുണ്ടല്ലോ, ആ പ്രകാശത്തിന്റെ ഉദാഹരണം കമിഷ്കാത്തിൻ, ഒരു മിഷ്കാത്ത് പോലെയാകുന്നു. മിഷ്കാത്ത് എന്താണ്? മിഷ്കാത്ത് എന്ന് പറഞ്ഞാൽ, മിഷ്കാത്ത് എന്ന് പറഞ്ഞാൽ ചരാദ് എന്ന് പറയും പഴയ മലയാളത്തിൽ. ചരാദ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പണ്ട് എണ്ണവിളക്കാണ് കത്തിച്ചിരുന്നത്. ഇലക്ട്രിസിറ്റിയുടെ ഈ കാലത്ത്, ട്യൂബും CFL-ഉം വെളിച്ചം വിതറുന്ന ഈ കാലത്ത് നിങ്ങൾക്ക് മിഷ്കാത്ത് എന്താണെന്ന് മനസ്സിലാവില്ല. മിഷ്കാത്ത് എന്ന് പറഞ്ഞാൽ എണ്ണവിളക്കുകൾ കത്തിച്ചിരുന്ന സമയത്ത് കത്തിച്ചിരുന്ന പാത്രമാണ്. ഒരു കുഴിഞ്ഞ പാത്രം, അതിന്റെ ഒരു സൈഡിൽ ഒരു ചാലുണ്ടാവും. ആ ചാലില് തിരിയിടും, ഈ പാത്രത്തിൽ എണ്ണ ഒഴിക്കും. അങ്ങനെയുള്ള ഒന്ന് വിളക്ക് കത്തിച്ചിരുന്നത്, അതാണ് മിഷ്കാത്ത്. ഫീഹാ മിസ്ബാഹ്, ആ മിഷ്കാത്തിൽ മിസ്ബാഹുണ്ട്. ആ മിഷ്കാത്തിൽ വിളക്കിന്റെ തിരി കത്തിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു മിഷ്കാത്ത് പോലെയാണ് മുഅ്മിനീങ്ങളുടെ ഖൽബിലുള്ള ഈമാന്റെ പ്രകാശത്തിന്റെ, ഈമാന്റെ ഒളിവിന്റെ ഉദാഹരണം. കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്, മിസ്ബാഹുള്ള കത്തുന്ന തിരിയുള്ള മിഷ്കാത്ത് പോലെയാണ്. അൽ മിസ്ബാഹു ഫീ സുജാജ, ആ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നതോ ഒരു പളുങ്ക് പാത്രത്തിന്റെ ഉള്ളിലാണ്. അസ്സുജാജതു കഅന്നഹാ കൗകബുൻ ദുർരി, ആ പളുങ്ക് പാത്രം കൗകബുൻ ദുർരി, ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന, തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രത്തിനെ പോലെയാണ്. യൂഖദു മിൻ ഷജറത്തിൻ മുബാറക, യൂഖദു, ആ വിളക്ക് കത്തിക്കപ്പെടുന്ന എണ്ണ, മിൻ ഷജറത്തിൻ മുബാറക, ബർക്കത്താക്കപ്പെട്ട ഒരു മരത്തിൽ നിന്നുള്ള എണ്ണയാണ്. അതായത് സൈത്തൂന, സൈത്തൂൻ മരത്തിന്റെ എണ്ണയാണ്. സൈത്തെണ്ണ നിങ്ങൾ കേട്ടില്ലേ? അതാണ്.
ഒലീവ്. അല്ലാഹു തആല പറയുകയാണ്, അപ്പൊ ഒലീവിന്റെ എണ്ണ കൊണ്ട് കത്തിക്കുന്ന ഒരു വിളക്ക്, ആ വിളക്ക് മിഷ്കാത്തിലാണുള്ളത്. ആ വിളക്ക് പൊതിഞ്ഞിരിക്കുന്നത് ഒരു പളുങ്കന്റെ പാത്രം കൊണ്ടാണ്. അതിൽ കത്തിക്കപ്പെടുന്ന എണ്ണ യൂഖദ് മിൻ ഷജറത്തിൻ മുബാറകത്തിൻ സൈത്തൂന, ബർക്കത്താക്കപ്പെട്ട സൈത്തൂൻ മരത്തിന്റെ എണ്ണ കൊണ്ടാണ് ഇതിനെ കത്തിക്കപ്പെടുന്നത്. ലാ ശർഖിയത്തിൻ വലാ ഗർബിയ, ആ സൈത്തൂൻ മരം കിഴക്ക് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ അല്ല. ഒരു തോട്ടത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള മരമാണെങ്കിൽ വൈകുന്നേര സമയത്ത് അതിന് സൂര്യപ്രകാശം കിട്ടുകയില്ല. പടിഞ്ഞാറ് ഭാഗത്തുള്ള മരമാണെങ്കിൽ പ്രഭാത സമയത്ത് അതിന് സൂര്യപ്രകാശം കിട്ടുകയില്ല. നേരെ മറിച്ച് കിഴക്കും പടിഞ്ഞാറുമല്ലാതെ മധ്യത്തിൽ നിൽക്കുന്ന ഒരു തോട്ടത്തിന്റെ മധ്യത്തിലുള്ള മരമാണെങ്കിൽ സദാസമയത്തും അതിന് സൂര്യപ്രകാശം ലഭിക്കും. അപ്പോൾ അത് കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഒലീവ് മരമായിരിക്കും. അതാ മരത്തിന്റെ ശൈലിയാണ്. അതിനാൽ കിഴക്കോ പടിഞ്ഞാറോ ഉള്ളതല്ലാത്ത മധ്യഭാഗത്ത് വളർന്നു വന്ന ബർക്കത്താക്കപ്പെട്ട സൈത്തൂൻ മരത്തിന്റെ എണ്ണയാണ്. യകാദു സൈത്തുഹാ യുളീ, അതിന്റെ എണ്ണ തന്നെയും സ്വയം പ്രകാശിക്കുന്നതാണ്. വലൗലം തംസസ്ഹു നാർ, അഗ്നി അതിനെ സ്പർശിച്ചിട്ടില്ലെങ്കിൽ പോലും, നിങ്ങൾ തിരിവെച്ച് കത്തിച്ചിട്ടില്ലെങ്കിൽ പോലും ആ എണ്ണ തന്നെയും പ്രകാശിക്കുന്നതാണ്. നൂറുൻ അലാ നൂർ, അപ്പോൾ ഇത് പ്രകാശത്തിന്റെ മീതെ പ്രകാശമാണ്, വെളിച്ചത്തിന്റെ മീതെ വെളിച്ചമാണ്. അതുപോലെയാണ് മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അല്ലാഹു തആല നിക്ഷേപിക്കുന്ന അവന്റെ ഈമാന്റെ നൂറിന്റെ ഉദാഹരണം. അപ്പൊ ഒരു മുഅ്മിന്റെ ഖൽബ് പ്രകാശിക്കുന്നതായിരിക്കും. എങ്ങനെ പ്രകാശിക്കും? വെളിച്ചത്തിന്റെ മീതെ വെളിച്ചം കൊണ്ട് പ്രകാശിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഇതിനേക്കാൾ നല്ലൊരു ഉദാഹരണം പറയാനില്ലല്ലോ. അന്നത്തെ കാലത്ത് എണ്ണവിളക്ക് കത്തിക്കുന്ന കാലത്ത് ഇതിന്റെ അങ്ങേപ്പുറം എങ്ങനെ ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക? അപ്പൊ അതിനാൽ മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിൽ അല്ലാഹു തആല നിക്ഷേപിക്കുന്ന പ്രകാശം, ഈമാൻ, അത് വെളിച്ചത്തിന്റെ മീതെ വെളിച്ചമാണ്, പ്രകാശത്തിന്റെ മീതെ പ്രകാശമാണ്. യഖ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ, അല്ലാഹു അവന്റെ നൂറിലേക്ക്, അവന്റെ പ്രകാശത്തിലേക്ക് അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക് മാർഗദർശനം നൽകും. വയളിബുല്ലാഹുൽ അംസാല ലിന്നാസ്, മനുഷ്യർക്ക് വേണ്ടിയാണ് അല്ലാഹു തആല ഈ ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അല്ലാഹു എല്ലാ സംഗതികളെക്കുറിച്ചും സർവജ്ഞനാകുന്നു. നമ്മുടെ ഈമാനെ പറ്റിയാണ് അല്ലാഹു പറഞ്ഞത്. അല്ലാഹു നൂറാൻ, അല്ലാഹു പ്രകാശമാണ്. അതായത് അല്ലാഹുവിന്റെ പ്രകാശമാണ് ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന് രക്ഷാമാർഗം. ആ വെളിച്ചം കിട്ടിയവൻ രക്ഷപ്പെടും. ആ വെളിച്ചത്തിൽ അവന് വഴി നടക്കാൻ കഴിയും. ആ വെളിച്ചം അല്ലാഹു തആല അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക് നൽകും. അതൊരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഏതുപോലെയാണെന്നറിയോ? ആ ഹൃദയത്തിന്റെ ഉള്ളിൽ അവൻ സൂക്ഷിച്ചു വെച്ച ഈമാന്റെ പ്രകാശം അതിമനോഹരമായ വെട്ടിത്തിളങ്ങുന്ന, നിങ്ങൾ ആകാശത്തേക്ക് നോക്കൂ, ചെതറിത്തെറിക്കുന്ന പ്രകാശവുമായിട്ട് തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? കത്തുന്ന നക്ഷത്രങ്ങൾ, തിളങ്ങുന്ന നക്ഷത്രങ്ങൾ. ആ നക്ഷത്രങ്ങളെ പോലെ തിളങ്ങുന്ന ഒരു പളുങ്കന്റെ പാത്രം